ഹായ് നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ ഡിവിഷണൽ അക്കൗണ്ടിൻ്റെ ക്ലാസ്സിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മെൻസുറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ ടോപ്പിക്കാണ് എന്ന് നിങ്ങൾക്കറിയാം. ആ മെൻസുറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള 7ാമത്തെ പാർട്ട് ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ സർക്കിൾസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മൾ സർക്കിൾസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ 2ാമത്തെ പാർട്ട് ക്ലാസ് ആണ് ഇന്ന് വരുന്നത്. എന്തിൻ്റെയാണ്? സർക്കിൾസിൻ്റെ 2ാമത്തെ പാർട്ട് ക്ലാസ്. ഓക്കെ, അപ്പോൾ നമ്മൾ സർക്കിൾസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് എ കോഡ്, അതായത് ഒരു കോഡിൻ്റെ ലെങ്ത്തുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ 1ാമത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സർക്കിൾസിൻ്റെ 1ാമത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എങ്കിൽ ഇന്ന് നമ്മൾ സർക്കിളുമായി ബന്ധപ്പെട്ടുള്ള 2ാമത്തെ പാർട്ട് ക്ലാസ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ. ഒരു സർക്കിളിൻ്റെ ഏരിയയും പെരിമീറ്ററും. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ നോക്കുന്ന കഴിഞ്ഞ 2-3 തവണയായിട്ട് നമുക്ക് ഡിഗ്രി ലെവൽ എക്സാമുകൾ നമ്മളിങ്ങനെ നോക്കിയെടുക്കുമ്പോൾ ഈ ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ ഈ ഒരു ഭാഗം വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? നമ്മൾ ആദ്യം എന്താണ് ഏരിയ ഓഫ് ദി സർക്കിൾ എന്നും എന്താണ് പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ എന്നും എന്നതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഇതാണ് നമ്മുടെ സർക്കിള്. ഈ സർക്കിളിന് എന്തുണ്ട്? ഒരു സെൻറ്റർ ഉണ്ട് എങ്കിൽ എന്താണ്? ഇതാണ് ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. ഈ കാണുന്നത് ഇതിൻ്റെ റേഡിയസ് ആരം എന്ന് മലയാളത്തിൽ പറയും അല്ലേ. അപ്പോൾ നമ്മൾ ഈ ആരം നമ്മൾ എന്താണ് R എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് നമ്മൾ സൂചിപ്പിച്ചു. ഇതിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള എന്താ ഈ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ? സർക്കംഫറൻസ്, അല്ലെങ്കിൽ ഇതിൻ്റെ ചുറ്റളവ്, ഇതിൻ്റെ ചുറ്റുമുള്ള അളവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അതാണ് 2πr. അപ്പോൾ പൈ എന്ന് പറയുന്ന ഒരു പുതിയ വാക്ക് നമ്മളിവിടെ കാണുകയാണ്. എന്താണ് പൈ? വാട്ട് യു മീൻ ബൈ പൈ എന്ന് ചോദിക്കാന്നല്ല, ഇതിനു മുമ്പ് എന്താണ് പൈ? ശരിക്കും നമ്മൾ പൈ പണ്ട് മുതലേ നമ്മൾ പഠിക്കുന്നവരാണ്. നമ്മൾ പൈ എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. പൈ ഒരു കോൺസ്റ്റൻ്റ് ആണ് എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ പൈ ഒരു കോൺസ്റ്റൻ്റ് വാല്യൂ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ് വാല്യൂ അല്ല എന്ന് തന്നെ പറയാം. ഏകദേശം 100ന് പുറത്ത് ഡെസിമൽ പ്ലേസ് വരെ നിലവിൽ പൈയുടെ വാല്യൂ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന വ്യക്തി തമിഴ്നാടുകാരനായിരുന്ന ശ്രീനിവാസ രാമാനുജൻ 1729 എന്ന മാജിക് നമ്പർ എന്ന രാമാനുജൻ നമ്പർ കണ്ടെത്തിയ വ്യക്തി ആരാണ്? GH ഹാഡി എന്ന് പറയുന്ന മാത്തമാറ്റീഷ്യനും അതുപോലെ തന്നെ രാമാനുജനും ചേർന്നൊരു ചെറിയ സ്റ്റോറിയൊക്കെ ഉണ്ട്. ആ സ്റ്റോറിയുടെ ഔട്ട്പുട്ടായിട്ടാണ് പിന്നീട് എന്തുണ്ടാവുന്നത്? 1729 എന്ന് പറയുന്ന രാമാനുജൻ നമ്പർ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് പിന്നിലൊരു ഒരു ചെറിയ സ്റ്റോറിയൊക്കെ ഉണ്ട്. ശരി, ഇപ്പോൾ എന്താണ് പൈ എന്ന് ചോദിക്കാം. എന്താണ് പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്നതാണ് പൈ. ആക്ച്വലി പൈ എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ ഡിവൈഡ് ബൈ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ ആണ്. ഈ ലോകത്തുള്ള ഏതൊരു സർക്കിളിൻ്റെയും പെരിമീറ്ററിനെ അതിൻ്റെ ഡയമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ ആണ് എന്ത്? പൈ. ഈ പൈക്ക് നമ്മൾ സത്യം പറഞ്ഞാൽ പൈ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ പൈയുടെ വാല്യൂ 3.141 എക്സെട്ര ഇങ്ങനെ പോകുന്നതാണ് പൈയുടെ വാല്യൂ. നമ്മൾ കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത് പൈയുടെ വാല്യൂ നമ്മൾ 22/7 എന്ന് പറയുന്ന ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നത്? കൂടുതലും പൈക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പൈ എന്ന് പറയുന്നത് പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ ഡിവൈഡ് ബൈ ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ ആണെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇതിൽ നിന്നാണ് നമ്മൾ ഈ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ ഡയമീറ്ററിനെ ഇപ്പുറത്ത് കൊണ്ടുപോയി. അപ്പോൾ എന്തായി? പെരിമീറ്റർ ഈക്വൽ ടു പൈ ഡി ആയി മാറി. എന്താ പെരിമീറ്റർ ഈക്വൽ ടു എന്താ? ഡി എന്ന് പറഞ്ഞാൽ 2r ചേരുമ്പോൾ അതിനെയാണ് 2πr എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ ഡിവൈഡ് ബൈ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ ആണ് ആര്? പൈ എന്ന് നമുക്കറിയാം. ഇനി എന്താണ് അടുത്ത? ഏരിയയെ കുറിച്ചും കൂടെ പറയാം. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ πr² ആണ്. എന്താണ്? πr² ആണ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ 2 കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഒന്നെന്ത് പറഞ്ഞു? പെരിമീറ്റർ ഓഫ് ദ സർക്കിളും പറഞ്ഞു. 2 എന്താണ്? ഏരിയ ഓഫ് ദ സർക്കിളും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തുകൂടി പറഞ്ഞു തന്നു? എന്താണ് പൈ എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ ഡിവൈഡ് ബൈ
ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ എന്ന് നമുക്ക് പറയാം. കണ്ടോ, വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ ഡിവൈഡ് ബൈ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ പൈ. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പെരിമീറ്റർ 2πr ആണെന്നും ഏരിയ എന്താണെന്നും πr² ആണെന്നും നമ്മൾ മനസ്സിലാക്കി വെച്ചു. ഇനി നമുക്ക് ഇത് വെച്ച് പല പല ചോദ്യങ്ങൾ ഒരുപാടെണ്ണം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അതിനകത്തുള്ള ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. ആദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫൈൻഡ് ദ ഏരിയ ഓഫ് എ സർക്കിൾ ഹൂസ് റേഡിയസ് മെഷേഴ്സ് 6 feet and 5 inch. ഞാൻ 6 feet and 5 inch എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ തരുന്നു. സാധാരണ നിങ്ങൾക്ക് ഫീറ്റ് റിലേറ്റഡ് ആയിട്ടോ ഇഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യങ്ങൾ ചോദിക്കാൻ സാധ്യത കുറവാണ്. പക്ഷെ എന്നിരുന്നാലും ഞാനിത് ഇവിടെ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസിൽ ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ സിലബസിൽ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് മെൻസുറേഷൻ ഫോർ ഇന്ത്യൻ കോളേജ് ആൻഡ് സ്കൂൾസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ എന്താണ് ഇന്ത്യൻ സ്കൂൾസ് ആൻഡ് കോളേജ് എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. ആ ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്ന കണ്ടന്റുകളാണ് നമുക്ക് എക്സാമിന് ചോദിക്കുന്നത് എന്ന് അവർ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്നത് കൊണ്ട് അതിനകത്ത് കൂടുതലും ഫീറ്റ് ആൻഡ് ഇഞ്ച് മെഷർമെൻറ്റ്സിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇവിടെ എന്ത് ചെയ്തത്, ഈ ഫീറ്റും ഇഞ്ചും കൂടെ ഞാൻ ഇവിടെ നമ്മുടെ ഈ ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ എന്താ ഫീറ്റ് എന്ന് പറഞ്ഞാൽ, ഒരു ഫീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 12 ഇഞ്ചാണ്. 12 ഇഞ്ചാണ് ഒരു ഫീറ്റ് എന്ന് പറഞ്ഞാൽ. ഒരു ഫീറ്റ് എന്ന് പറഞ്ഞാൽ അടി എന്ന് പറഞ്ഞാൽ അത് 12 ഇഞ്ചിന് ഈക്വലാണ്. ഓക്കെ, അത് നമ്മൾ ഓർത്തിരിക്കുക കേട്ടോ. ഒരു ഫീറ്റ് ഈക്വൽ ടു 12 ഇഞ്ചാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് എന്താണ്, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഒരു സർക്കിൾ ഉണ്ട്, ആ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്, 6 feet and 5 inch. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്നതിന്റെ റേഡിയസ് ആണ് 6 feet and 5 inch. അപ്പോൾ 6 feet ഉണ്ട്, പിന്നെ എന്തുണ്ട്, 5 inch ഉണ്ട്. അപ്പോൾ നോക്കാം, എല്ലാത്തിനും നമുക്ക് എന്ത് ചെയ്യാം, ഇഞ്ചിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഇഞ്ചിലോട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് പറയാം. 6 feet and 5 inchനെ ഇഞ്ചിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും നമുക്ക് നോക്കാം. എന്താണ് 6 feet എന്ന് പറയുമ്പോൾ 6 into 12 ചെയ്യുമ്പോൾ നമുക്ക് മൊത്തം ഇഞ്ചായി അല്ലേ. പ്ലസ് പിന്നെ എന്തുകൊണ്ട് ഒരു 5 inch കൂടെ. അപ്പം എന്ത് കിട്ടും, 6 into 12 നമുക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടും, നമുക്ക് 72 എന്ന് കിട്ടും. പ്ലസ് ഒരു 5 കൂടി ഉണ്ട്, അങ്ങനെ 77 inch. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് കിട്ടി, റേഡിയസ് ഈക്വൽ ടു 77 inch ആണ് എന്ന് കിട്ടി. എന്താണ് റേഡിയസ് ഈക്വൽ ടു 77 inch. എന്താ കണ്ടുപിടിക്കേണ്ടത്, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്, ഏരിയ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ πr² ആണ്. അപ്പോൾ ഈ പൈ നമുക്കിവിടെ റേഡിയസ് 7ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് നമുക്ക് പൈയുടെ വാല്യൂ എന്തെന്ന് കൊടുക്കാം, 22/7 ഇൻറ്റു r². 77 ഇൻറ്റു 77 നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും നമുക്ക്, ഈ 7ഉം ഇതും കൂടെ നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 7 എത്രയായി, 11 ആയി. 11 അല്ലേ, 77 ഡിവൈഡ് ബൈ എന്താണ് 7 എന്ന് പറയുന്നത് 11 ആയിരിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, 22 ഇൻറ്റു 11 ഇൻറ്റു എന്ത് ചെയ്യണം, നമുക്ക് 77 ചെയ്യണം അല്ലേ. 22 ഇൻറ്റു 11 ഇൻറ്റു 77 ചെയ്യണം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 77 ഇൻറ്റു 11 ചെയ്യാം, അതാണ് എളുപ്പം. 70 അപ്പം എന്താണ് 22 ഇവിടെ നിൽക്കട്ടെ. 77 ഇൻറ്റു 7 ചെയ്യാൻ വേണ്ടിയിട്ട് 7 14 4 7 1 8 847 എന്നാണ് വരുന്നത്. ഓക്കെ, എങ്ങനെയാണ് 847 വന്നത് നോക്കാം. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് 11 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ വളരെ ഈസിയാണ്. 11 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഇപ്പം ഞാൻ 36 ഇൻറ്റു 11 ഞാൻ ചെയ്യാൻ പോകുന്നു. ആൻസർ എഴുതാൻ ഇത്രയേ ഉള്ളൂ. ആദ്യം 6 എഴുതുക, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 9 എഴുതുക, ലാസ്റ്റ് 3 എഴുതുക. ഓക്കെ, ഒരു നമ്പർ എഴുതി കാണിച്ചു തരാം. 56 ഇൻറ്റു 11 നമ്മൾ ചെയ്യുന്നു. ആദ്യം എന്ത് എഴുതി, 6 എഴുതി, 6 5 കൂട്ടുമ്പോൾ 11 ആണ്. 11ന് 1 എഴുതി, അവസാനം 5ൻ്റെ 1 കൂട്ടി 6 എന്ന് എഴുതി. കണ്ടോ, നമുക്ക് 11 കൊണ്ട് ഒരു 3 ഡിജിറ്റ് ആണെങ്കിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് 1 2 3 ഇൻറ്റു 11 നമുക്ക് ചെയ്യാം. എന്ത് കിട്ടും, ലാസ്റ്റ് 3 എഴുതി, 3 2 കൂടെ 5 ആയി, 2 1 3 ആയി, 1 ആയി. കണ്ടോ, മൾട്ടിപ്ലിക്കേഷൻ വളരെ ഈസിയാണ് അല്ലേ. ഇനി നോക്കാം ഒരൊറ്റ കേസും കൂടെ. എന്താണ്, ഇനി 22 ഇൻറ്റു 847 ചെയ്യണം. 22 ഇൻറ്റു 847 ചെയ്യാം. എങ്ങനെ ചെയ്യാം, 22ന് നമുക്ക് 2 ഇൻറ്റു 11 ഇൻറ്റു 847 എന്ന് പറയാം. ഇനി ഇതിനെ ഇൻറ്റു ചെയ്താൽ പോരെ, 847 ഇൻറ്റു 11 ചെയ്യാം. 847 ഇൻറ്റു 11 ചെയ്യാൻ ആദ്യം 7 എഴുതി, അടുത്തത് 7 4 കൂടെ 11, 11ന് 1 എഴുതി, 8 4 12, 12ന് എന്തെഴുതി
പിന്നെ എഴുതുന്നതിന് മുമ്പ് ഒരു ശിഷ്ടം കൂടി ഉണ്ട്. എത്രയാണ്? 13. 8ന് 9. കണ്ടോ? ഇത്രയേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യണം? ഇതിനെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഇത്രയാണ് ഇതിൻ്റെ സ്റ്റെപ്പ്. എന്തിലായിരിക്കും കിട്ടുന്നത്? ഇഞ്ച് സ്ക്വയറിലായിരിക്കും ആൻസർ കിട്ടുന്നത്. 9317 എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യുക? 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. എത്ര കിട്ടും? 9317 2 കൊണ്ട് ഗുണിക്കണം. എത്ര കിട്ടും? 14 4 ശിഷ്ടം 1 1 2 2 1 3 അതിനുശേഷം 3 2 6 3 18 എത്രയാണ് വരുന്നത്? 18 634 എന്ന് കിട്ടും. 18 634 9 18000 300 600 17 34 ഇഞ്ച് സ്ക്വയർ എന്നാണ് ആൻസർ വരുന്നത്. ഓക്കെ, ഫീറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ എന്ത് ചെയ്യണം? നമുക്ക് ഡിവിഷൻ ചെയ്യണം കേട്ടോ. 12ന്റെ സ്ക്വയർ കൊണ്ട് നമ്മൾ ഡിവിഷൻ ചെയ്യുമ്പോഴാണ് ഇത് ഫീറ്റിലോട്ട് കൺവേർട്ട് ആവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഞാൻ എന്താണ് കണ്ടുപിടിച്ചത്? ഏരിയ മാത്രമേ കണ്ടുപിടിച്ചോളൂ. നമുക്ക് ജസ്റ്റ് പെരിമീറ്ററും കൂടെ ഒന്ന് കണ്ടുപിടിച്ചാലോ? ജസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് പെരിമീറ്റർ കൂടെ കിട്ടുന്നത്. ഫസ്റ്റ് ക്വസ്റ്റൻ അല്ലേ? ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? പെരിമീറ്ററും കൂടെ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. പെരിമീറ്റർ ഇപ്പോൾ എവിടെ ചെയ്യും? ഇത് ഞാനൊന്ന് ക്ലിയർ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാം? പെരിമീറ്റർ കൂടെ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കറിയാം റേഡിയസ് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ എത്രയായിരുന്നു? 77 ആയിരുന്നു അല്ലേ? 77 ഇഞ്ചായിരുന്നു അല്ലേ? ഇഞ്ചായിരുന്നു. നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? സർക്കംഫറൻസ് അല്ലേ? 2πr ആണ്. അപ്പോൾ എന്ത് ചെയ്യും? 2 × 22/7 × 77. ഇത് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. നമുക്ക് എത്ര കിട്ടും? 11 കിട്ടും. ഇനി എന്ത് ചെയ്താൽ മതി? 2 × 22 എന്ന് പറയുന്നത് 44 × 11 ആണ്. ചെയ്യാൻ നമുക്കറിയാം. 4 എഴുതി, 2 കൂടെ ആഡ് ചെയ്തു 8 എഴുതി 4 എഴുതി ആയിരിക്കുന്നു. 484 ആണ്. 84 ഇഞ്ചാണ് എന്തെന്ന് പറയുന്നത്? ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. കണ്ടോ? ഈസിയാണ്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ റേഡിയസ് ഓഫ് എ സർക്കുലർ വീൽ. അപ്പോൾ സർക്കിൾ ഷേപ്പിൽ ഒരു വീലുണ്ട്. അതിൻ്റെ റേഡിയസ് തന്നിരിക്കുന്നത് 1.7 മീറ്റർ ആണ്. അപ്പോൾ ഇതുപോലൊരു വീലുണ്ട്. ഇതിൻ്റെ റേഡിയസ് നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ്? 1.75 മീറ്റർ ആണ് എന്ന് പറയുന്നു. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ദ നമ്പർ ഓഫ് റെവല്യൂഷൻ ദാറ്റ് ഇറ്റ് വിൽ ബി മേക്ക് ഇറ്റ് ട്രാവലിംഗ് 11 കിലോമീറ്റർ. അതായത് 11 കിലോമീറ്റർ ഇത് ട്രാവൽ ചെയ്യണം. 11 കിലോമീറ്റർ ഈ വീല് ട്രാവൽ ചെയ്യാൻ എത്ര തവണ ഈ വീല് കറങ്ങണം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇതാണ് നമ്മുടെ വീൽ എന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യൂ. ഇത് നമ്മുടെ വീലാണ്. ഈ വീല് അപ്പോൾ ഇവിടെ ഞാൻ മാർക്ക് ചെയ്തു. ഇത് ഒരു തവണ കറങ്ങുമ്പോൾ എത്ര ഡിസ്റ്റൻസ്? ഒരു തവണ കറങ്ങുമ്പോൾ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒരു തവണ കറങ്ങുമ്പോൾ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പെരിമീറ്റർ എത്രയാണോ അത്രയും ഡിസ്റ്റൻസ് ആയിരിക്കും. അതായത് ഇതിനെ ഇപ്പം നമ്മൾ നൂത്ത് വെക്കുന്നു എന്ന് വിചാരിച്ചോ. ഇവിടെ നിന്ന് ഇതിനെ ഇങ്ങനെ പിടിച്ച് നൂത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വരും. ഇതെന്തിന് ഈക്വൽ ആയിരിക്കും? ഇതിനെ, അതായത് ഇതിൻ്റെ ഒരൊറ്റ വട്ടം അല്ലെങ്കിൽ ഒരു തവണ ഇത് കറങ്ങുന്നത് എന്തിന് തുല്യമായിരിക്കും? ഇതിൻ്റെ പെരിമീറ്ററിന് തുല്യമായിരിക്കും. ഒരു വട്ടം കറങ്ങുമ്പോൾ എത്ര ദൂരമാണോ ഇത് ട്രാവൽ ചെയ്യുന്നത് അതെന്തിന് ഈക്വൽ ആയിരിക്കും? അതിൻ്റെ പെരിമീറ്റർ, അതിൻ്റെ സർക്കംഫറൻസ്, അതിൻ്റെ ചുറ്റളവിന് തുല്യമായിരിക്കും. അപ്പോൾ ഒരു വീലിൻ്റെ ഒരു കറക്കം എന്തിന് തുല്യമായിരിക്കും? അതിൻ്റെ ചുറ്റളവിന് എന്താണ് ഈക്വൽ ആയിരിക്കും എന്ന് പറയാം. ഇപ്പോൾ നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ ചോദ്യം ഇവിടെ ഉണ്ട്. നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ടയറുണ്ട്, ഒരു വീലുണ്ട്, അതിൻ്റെ എന്താണ് റേഡിയസ് 1.75 മീറ്റർ എന്നും ഇത് 11 കിലോമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരൊറ്റ കറക്കത്തിൽ, അതായത് ഇതിൻ്റെ ഒരു ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ചുറ്റളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിന് തുല്യമായിരിക്കും? അത് എത്രയാണോ അത് ട്രാവൽ ചെയ്യുന്നത്, ഒരു കറക്കത്തിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര തവണ കറങ്ങുമ്പോഴാണ് 11 കിലോമീറ്റർ ആവുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെയാണ്: പെരിമീറ്ററിനെ എത്ര തവണ കറങ്ങുന്നു അത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും. ഓക്കെ, അപ്പോൾ പെരിമീറ്റർ ഇൻറ്റു നമ്പർ ഓഫ് റെവല്യൂഷൻ ഈക്വൽ ടു ആണ് എന്തെന്ന് പറയുന്നത്? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഇത് മീറ്ററിലും ഇത് കിലോമീറ്ററിലും. ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല,
നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന റേഡിയസ് ആദ്യം നമുക്ക് തന്നിരിക്കുന്ന മെഷർമെൻറ്റ്സ് ഒക്കെ എഴുതാം. 1.75 മീറ്റർ ആണ് ഇവിടുത്തെ റേഡിയസ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഇതിനെ 1.75 മീറ്റർ ആണ്. ഇനി അടുത്തത് ഇവിടുത്തെ ഡിസ്റ്റൻസ് ആക്ച്വലി 11 കിലോമീറ്റർ ആണ്. 11 ഞാൻ എന്ത് ചെയ്യുന്നു? 1000 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ എനിക്ക് എന്താവും? 11 ഞാൻ 1000, അതായത് 11 കിലോമീറ്ററിനെ നമുക്കറിയാം 1 കിലോമീറ്റർ ഈക്വൽ ടു 1000 മീറ്റർ ആണ് അല്ലേ? അപ്പോൾ എന്താണ്? 11 × 1000 11,000 എന്ന് കിട്ടി. 11,000 ആണ് ഇവിടെ ട്രാവൽ ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ്. എത്ര റെവല്യൂഷൻ എടുത്തു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. നമുക്കൊരു കാര്യം ചെയ്യാം. പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2πr ഇൻറ്റു n നമുക്കറിയില്ല, d നമുക്കറിയാം. d എത്രയാണ്? 11,000 ആണ് d. അപ്പം ഞാൻ എഴുതി. ഇനി ഇവിടെ 2 ഇട്ടു ഇൻറ്റു 22/7 ഇൻറ്റു റേഡിയസ് എന്ന് പറയുന്നത് 1.75 ആണ്. ഇൻറ്റു n നമുക്കറിയില്ല 11,000. ഇനി നമുക്ക് 1.75നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ 22 × 7 നമുക്കെടുത്ത് അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പോൾ എന്താവും നമുക്ക് നോക്കാം. 1.75നെ 2 കൊണ്ട്, അതായത് 1.75നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും നോക്കാം. 1.75നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1.75നെ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 175 ആവുമ്പോൾ 200ഉം 150ഉം 350 അപ്പോൾ 3.5 എന്നാവും. 3.50. ഓക്കെ, എത്രയെന്നാവും? 3.50. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിവിടെ എഴുതാം. എങ്ങനെ എഴുതാം? 3.50 ഇൻറ്റു n ഈക്വൽ ടു 11. നമുക്ക് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം? ഇവിടെ ഇൻറ്റു 7 അപ്പുറത്ത് വന്നു. ഡിനോമിനേറ്ററിൽ ആരുണ്ട്? 22 ഉണ്ട്. നമ്മൾ ഇനിയും ചെയ്യുന്നില്ല, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നേ ഉള്ളൂ. ഇനി നമ്മൾ n ആണ് കണ്ടുപിടിക്കുന്നത്. 11,000 എഴുതി ഇൻറ്റു 7 ഇട്ടു. ഇത് ഇപ്പുറത്ത് വരുമ്പോൾ ഡിവിഷൻ ആവും അല്ലേ? അപ്പം നമുക്ക് എന്ത് വരും? 3.50 ഇൻറ്റു പിന്നെന്തുണ്ട്? ഒരു 22 കൂടെ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ എന്തുണ്ട്? ഒരു ഡെസിമൽ ഉണ്ട് അല്ലേ? ഡെസിമൽ ഉണ്ട്. നമുക്ക് ഈ ഡെസിമൽ മാറ്റണം. എങ്ങനെയാണ് നമ്മൾ ഡെസിമൽ മാറ്റുന്നത്? ഇവിടെ പോയിന്റ് കഴിഞ്ഞ് നമുക്കിപ്പോൾ തൽക്കാലം 0 ഒഴിവാക്കാം. ഇപ്പം 3.50 എന്ന് എഴുതുന്നതും 3.5 എന്ന് എഴുതുന്നതും ഒന്ന് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ 0 അങ്ങ് ഒഴിവാക്കാം. 0 വേണ്ട. ഇപ്പോൾ പോയിന്റ് കഴിഞ്ഞ് എത്ര? ഒരു ഡെസിമലേ ഉള്ളൂ. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഈ ഡെസിമൽ ഇവിടെ നിന്ന് മാറ്റണം. നമ്മൾ ഡെസിമൽ എങ്ങനെ മാറ്റും? ഡെസിമൽ മാറ്റണമെങ്കിൽ ഇവിടെയും നമ്മൾ 10 കൊണ്ട്, ഒരു ഒറ്റ സ്ഥാനം ഉള്ളെങ്കിൽ ഇവിടെയും നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെയും നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്തായി മാറി? ഇങ്ങനായി മാറും. 11,000 ഇൻറ്റു 7 ഇൻറ്റു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇത് എന്തായി? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായി? 35 ആയി ഇൻറ്റു 22. ഇങ്ങനായി മാറി. വീണ്ടും നമുക്ക് 7ഉം ഇതും കൂടെ നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 5 ആയി. ഓക്കെ, ഈ 5ഉം 10ഉം കൂടെ നമ്മൾ ചെയ്തപ്പോൾ ഇവിടെ നമുക്ക് 2 ആയി അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 22ഉം 2ഉം കൂടെ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 11 ആവും അല്ലേ? ഇനി ഈ 11ഉം ഈ 11 കൂടെ ക്യാൻസൽ ചെയ്ത് 1 ആവും അല്ലേ? ഇനി എന്തേ ഉള്ളൂ? 1000. 1000 റെവല്യൂഷൻ ആകുമ്പോഴാണ്, 1000 തവണ ഇത് കറങ്ങുമ്പോഴാണ് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത്? 11,000 കിലോമീറ്റർ ഇത് നമ്മൾ എന്ത് ചെയ്യും? ട്രാവൽ ചെയ്യും എന്ന് പറയാം. എന്താണ് നമ്മുടെ ചോദ്യം നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. നമുക്ക് ഒരിക്കൽ കൂടി ചെയ്ത് നോക്കാം. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ റേഡിയസ് 1.7, റേഡിയസ് ഈക്വൽ ടു 1.75 മീറ്റർ. ഇനി ഇവിടെ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിരിക്കുന്നത് 11 കിലോമീറ്റർ ആണ്. ഞാൻ അവനെ കൺവേർട്ട് ചെയ്യുന്നു. 11 × 1000 നമ്മൾ ചെയ്യുന്നു. ഇത്രയുമാണ് ഇദ്ദേഹത്തിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയാം. ഓക്കെ, ഇവിടെ ഡിസ്റ്റൻസ് നമുക്കുണ്ട്. ഇനി എന്താ ഇവിടെ സംഭവം? നമുക്കറിയാം ഇത് ഒരു തവണ കറങ്ങുമ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ എത്രയാണോ, ഇതിൻ്റെ ചുറ്റളവ് എത്രയാണോ അത്രയും ഡിസ്റ്റൻസ് ആണ് ഈ വീല് കറങ്ങുന്നത്. വീല് ഒരു തവണ കറങ്ങുമ്പോൾ അതിൻ്റെ പെരിമീറ്റർ എത്രയാണോ അത്രയും ഡിസ്റ്റൻസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഇത് ട്രാവൽ ചെയ്യുന്നത് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് പോവാം. അപ്പോൾ നമുക്കറിയാം, എന്തറിയാം? പെരിമീറ്റർ ഇൻറ്റു നമ്പർ ഓഫ് റെവല്യൂഷൻ നമ്മൾ ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ഡിസ്റ്റൻസ് കിട്ടുന്നത്.
പെരിമീറ്റർ ഇൻറ്റു നമ്പർ ഓഫ് റെവല്യൂഷൻ ഈക്വൽ ടു ഡിസ്റ്റൻസ് ആണ്. പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം 2πr ആണ്. എന്ന് നമുക്കറിയില്ല. ഡിസ്റ്റൻസ് 11 × 1000 എന്ന് എഴുതിയാലും വിഷയമില്ല, കുഴപ്പമില്ല. 11,000 എന്ന് എഴുതണമെന്നില്ല, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണമെന്നില്ല. ഇനി നമുക്ക് ഇവിടെ പൈയുടെ വാല്യൂ നമുക്ക് 22/7 എടുക്കാം. ഓക്കെ, അപ്പോൾ 2 × 22/7 ഇൻറ്റു റേഡിയസ് നമുക്കറിയാം 1.75 ആണെന്നറിയാം. ഇനി ഈക്വൽ ടു 11 × ഒരു എന്നും കൂടെ ഉണ്ട് കേട്ടോ, n ഈക്വൽ ടു 11 × 1000. ഇനി എന്നെ വിട്ടിട്ട് ബാക്കിയുള്ള എല്ലാത്തിനും എടുത്തപ്പുറത്തുണ്ട്, ഒരുമിച്ച് കൊണ്ടുപോകാം. അപ്പോൾ കുറച്ചുകൂടെ ഈസി ആവും നിങ്ങൾക്ക്. ഓക്കെ, 11 × 1000 ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ഡിനോമിനേറ്റർ ആയ 7 ഇവിടെ വന്ന് മൾട്ടിപ്ലിക്കേഷൻ ആവും. ഇവിടുത്തെ ന്യൂമറേറ്ററിനെ എല്ലാം എടുത്ത് ഇവിടെ കൊണ്ടുവരാം, ഇവിടുത്തെ ഡിനോമിനേറ്റർ ആക്കാം. അപ്പം നമ്മൾ എന്താ ചെയ്തത്? ഇവിടുത്തെ ഡിനോമിനേറ്റർ ഇപ്പുറത്ത് പോയപ്പോൾ എന്തായി? ഇവിടെ ഭാഗിച്ചത് ഇപ്പുറത്ത് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. ഇവിടുത്തെ എന്താണ് ഈ നമ്പേഴ്സ് എല്ലാം ഇപ്പുറത്ത് വരുമ്പോൾ ഇവിടുത്തെ ന്യൂമറേറ്റർ എല്ലാം ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? ഇവിടുത്തെ ഡിനോമിനേറ്റർ ആവും. അപ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? ഇവിടെ ഒരു 2 ഉണ്ട്. പിന്നെ എന്ത് സംഭവിച്ചു? പിന്നെ നമുക്കൊരു 22 ഉണ്ട്. പിന്നെ നമുക്കുള്ളത് ഒരു 1.75 ആണ്. ഇവിടെ നോക്കിയേ, പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് ഉണ്ട് അല്ലേ? പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു കാര്യം ചെയ്യാം. പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ഇവനെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡിവിഷൻ ചെയ്ത് ഒതുക്കാം അല്ലേ? എങ്ങനെയായിരിക്കും? നമുക്ക് ഈ 2 ഡെസിമൽ മാറ്റണം. അപ്പം നമ്മൾ ഇവിടെ എത്ര കൊണ്ട് ഇൻഡ് ചെയ്യും? 100 കൊണ്ട് ഇൻഡ് ചെയ്യണം. ഇവിടെ നമ്മൾ 100 കൊണ്ട് ഇൻഡ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. ഇവിടെ 100 കൊണ്ട് ഇൻഡ് ചെയ്യണം, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 100 കൊണ്ട് ഇൻഡ് ചെയ്യണം. അപ്പോൾ എന്തായി മാറി? 11 × 1000 ഇൻറ്റു ചെയ്യരുത്, 7 × 100 by 2 × 22 × 175 ആയി മാറി. 100 എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് ചെയ്യും? ആ ഡെസിമൽ പോയി. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പോകുന്നു. നോക്കാം, നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ജസ്റ്റ് ഒന്ന് ക്യാൻസൽ ചെയ്യാം അല്ലേ? നമ്മൾ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവനെ എത്ര കൊണ്ട് ക്യാൻസൽ ചെയ്യാം? 25 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. ഇവിടെ എത്ര 25 ഉണ്ട്? ഇവിടെ 4 25 ഉണ്ട്. ഇവിടെ എത്ര 25 ഉണ്ട്? 4 3 7 25 ഉണ്ട്. അപ്പോൾ നമുക്ക് 7 7 കൂടെ ക്യാൻസൽ ചെയ്തുകൂടി? ക്യാൻസൽ ചെയ്യാം. അടുത്തത് ഈ 2ഉം ഇതും കൂടെ ക്യാൻസൽ ചെയ്ത് ഇവിടെ ബാക്കി 2 വരൂലേ? ഈ 22ഉം ഈ 2 കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 11 വരൂലേ? 11 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇനി എത്രയേ ഉള്ളൂ? നമുക്ക് 1000 ഉള്ളൂ. എത്രയാണ് റെവല്യൂഷൻ? n ഈക്വൽ ടു 1000 അല്ലേ? n ഈക്വൽ ടു നമുക്ക് എത്ര വന്നു? നമുക്ക് 1000 വന്നു. അപ്പോൾ എത്ര റെവല്യൂഷൻ ആണ്? 1000 റെവല്യൂഷൻ. 1000 തവണ കറങ്ങുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമുക്ക് ഇത്രയും ഡിസ്റ്റൻസ് ഇത് ട്രാവൽ ചെയ്യും എന്ന് പറയാം. ക്ലിയർ ആണോ? നോക്കിക്കേ, ക്ലിയർ ആണോ? യെസ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. നോക്ക്, എ ബൈസിക്കിൾ വീൽ മേക്ക് 5000 revolution in moving 11 kilometer. Then the radius of the wheel is dash. നോക്കാം, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെ വീണ്ടും ഞാൻ എന്ത് ചെയ്തു? 2-3 ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം എന്താണെന്നറിയാം? പെരിമീറ്റർ ഇൻറ്റു നമ്പർ ഓഫ് റെവല്യൂഷൻ ഈക്വൽ ടു എന്ത്? ഡിസ്റ്റൻസ് ആണെന്നറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യത്തെ സ്റ്റെപ്പ് ഇവിടെ എന്തുണ്ട്? നമ്മുടെ പെരിമീറ്റർ അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു? 2πr എന്ന് കൊടുത്തു. ഇൻറ്റു നമ്പർ ഓഫ് റെവല്യൂഷൻ അറിയാം, അത് 5000 ആണ്. എന്തിലാണ് ചോദിച്ചിരിക്കുന്നത്? സെൻറ്റിമീറ്ററിലാണ് ചോദിച്ചിരിക്കുന്നത്. സെൻറ്റിമീറ്ററിലാണ് ചോദിക്കുന്നത്, അതാണ് വിഷയം. സെൻറ്റിമീറ്ററിൽ ചോദിച്ച സ്ഥിതിക്ക് നമുക്കിവിടെ ഡിസ്റ്റൻസ് എത്രയെന്ന് എഴുതാം? 11 കിലോമീറ്റർ ആണ്. അതിനെ നമ്മൾ 11 കിലോമീറ്ററിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതെന്തായി? മീറ്ററായി. ഇനി നമുക്ക് എന്തറിയാം? 1 മീറ്റർ ഈക്വൽ ടു 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ സെൻറ്റിമീറ്ററിൽ ചോദിച്ചത് കൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം, 11 × 1000 × 100. എന്താ ചെയ്തത്? 11 1000 കൊണ്ട് ഇൻഡ് ചെയ്തപ്പോൾ എന്തായി? അത് കിലോമീറ്റർ ആയി. വീണ്ടും അതിനെ എത്ര കൊണ്ട്? നമ്മൾ 100 കൊണ്ട് ഇൻഡ് ചെയ്യുമ്പം ഇത് എന്തായി മാറി? ഇത്രയും സെൻറ്റിമീറ്റർ ആയി. വാല്യൂ ഒന്നും കണ്ടുപിടിക്കണം, ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. ഇത്രയും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് എഴുതാം. എത്രയെന്ന് എഴുതാം? 11 × 1000 × 100 എന്ന് എഴുതാം. ഇനി നമുക്ക് വാല്യൂസ് നമുക്ക് അറിയാമെന്നുള്ള എല്ലാം എടുത്ത് അപ്ലൈ അല്ലേ? അപ്പോൾ 2 × 22/7 ഇൻറ്റു റേഡിയസ് അറിയില്ല 5000 ഈക്വൽ ടു 11 × 1000 × 100. ഇനി ഒരു കാര്യം ചെയ്യാം, R ഇവിടുത്തെ ബാക്കിയുള്ള എല്ലാവരും എടുത്ത് അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പം R ഈക്വൽ ടു 11 × 1000 × 100 ഇൻറ്റു ഇതിപ്പുറത്ത് വന്ന് മൾട്ടിപ്ലിക്കേഷനായി 7 ബൈ. ഇനി ഇവിടെ ഉള്ളത് ഒരു 5000 ഉണ്ട്, പിന്നെ എന്തുണ്ട്? ഒരു 2 ഉണ്ട്, ഒരു 22 ഉണ്ട്. ഇത്രയാണ് നമ്മളിലുള്ളത്, വേറെ ഒന്നുമില്ല അല്ലേ?
ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ 3 സീറോയും 3 സീറോയും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ആ പുള്ളി അങ്ങ് ഒഴിഞ്ഞു ഒഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് ഈ 11ഉം ഇത് നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 2 ആയില്ലേ, ആയി. ഓക്കെ, സെറ്റ്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഈ 2ഉം കൂടെ 4, അതായത് ഇതിനെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 50 ആവും. 50യെ വീണ്ടും 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 25 ആവും. ഈ 25നെ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 5 ആവും. ഇനി അവിടെ എന്തേ ഉള്ളൂ, 5 × 7 മാത്രമേ ഉള്ളൂ. എത്രയെന്ന് കിട്ടി? 35 സെൻറ്റിമീറ്റർ ഈസ് ദ റേഡിയസ്. റേഡിയസ് എത്രയെന്ന് കിട്ടി? 35 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അപ്പോൾ അത് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരുപാട് തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കണ്ട് മനസ്സിലാക്കി ചെയ്ത് പോകണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ ഡയമീറ്റർ ഓഫ് എ ടോയ് വീൽ ഈസ് 14 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു ടോയ് വീലുണ്ട് അല്ലേ, ഒരു ടോയ് വീലുണ്ട്. ആ ടോയ് വീലിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 14 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? റേഡിയസ് ഈക്വൽ ടു 14/2 ഈക്വൽ ടു 7 സെൻറ്റിമീറ്റർ ആണ് റേഡിയസ് എന്ന് കിട്ടി. ഇനി വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ഇറ്റ് ഇൻ 15 റെവല്യൂഷൻ? 15 തവണ ഇത് കറങ്ങുമ്പോൾ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. 15 തവണ ഇത് കറങ്ങും അല്ലേ. ഇപ്പം നമുക്കറിയാം എന്താണ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പെരിമീറ്റർ ഇൻറ്റു നമ്പർ ഓഫ് റെവല്യൂഷൻ ഈക്വൽ ടു ഡിസ്റ്റൻസ് ആണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആദ്യം പെരിമീറ്റർ ഇടുന്നു. എന്താ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? അത് 2πr ആണ് ഇൻറ്റു n. n എന്ന് പറയുന്നത് ഇവിടെ എത്രയും നിന്ന് 15 അല്ലേ. n ഈക്വൽ ടു നമുക്ക് എത്രയും തന്നിട്ടുണ്ട്? 15 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അതാണ് നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഡിസ്റ്റൻസ്. അപ്പം എന്ത് ചെയ്യാം, ബാക്കി സ്റ്റെപ്പ് നമുക്ക് ചെയ്യാം അല്ലേ. 2 × 22/7 ഇൻറ്റു 7 × 15 നമ്മൾ ചെയ്താൽ മതി അല്ലേ. റേഡിയസ് എന്ത് എത്ര എന്ന് കൊടുത്തു? ഞാൻ എന്ത് കൊടുത്തു? 22/7 എന്ന് കൊടുത്തു. 7ഉം 7ഉം ഞാൻ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. ഇനി എൻ്റെ ഉള്ളത് 2 × എത്രയാണ്? 44 × 15. 44 × 15 ചെയ്യണം. അപ്പോൾ 44 × 10 ആദ്യം ചെയ്യാം. 44 × 10 440. അതിൻ്റെ പകുതിയാണ് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയായിരിക്കും? 220 ആയിരിക്കും അല്ലേ. ആൻസർ 0 6 6. എത്രയെന്ന് ആൻസർ കിട്ടി? 660 ആണ് ആൻസർ. 660. ഓക്കെ, ഇത്രയും ഡിസ്റ്റൻസ് എത്രയാണ്? മീറ്ററിലല്ലേ സെൻറ്റിമീറ്ററിലാണോ? യെസ്, ആൻസർ എല്ലാം എന്താണ്? സെൻറ്റിമീറ്ററിലാണ്. 660 സെൻറ്റിമീറ്റർ ട്രാവൽ ചെയ്യും എന്ന് പറയാം. ഓക്കെ ആണോ? നോക്കിക്കേ, ക്ലിയർ ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. ദ ഡയമീറ്റർ ഓഫ് എ വീൽ ഈസ് 1.6 മീറ്റർ. അപ്പോൾ ഒരു വീലിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞത് 1.26 മീറ്റർ ആണ്. ഹൗ ഫാർ വിൽ ട്രാവൽ ഇൻ 500 റെവല്യൂഷൻ? 500 റെവല്യൂഷൻ ഇത് ട്രാവൽ ചെയ്യുമ്പോൾ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നമുക്കൊരു കാര്യം ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. ഇവിടെ ഡയമീറ്റർ ഈക്വൽ ടു 1.26 മീറ്റർ ആണ്. നമുക്കിവരെ എന്ത് ചെയ്യാം? സെൻറ്റിമീറ്ററോട്ട് കൺവേർട്ട് ചെയ്യാം. 1.26നെ 100 കൊണ്ട് ഇൻറ്റു ചെയ്ത്, നമുക്ക് ഡെസിമൽ വരാതെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. 100 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 126 എന്ന് വരും. 126 സെൻറ്റിമീറ്റർ എന്ന് വരും. ഇനി ഇത് റേഡിയസിലോട്ട് മാറ്റാം. 126നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്രയെന്ന് എഴുതും? 63 എന്ന് കിട്ടും. 63 സെൻറ്റിമീറ്റർ ആണ് ഇവിടുത്തെ റേഡിയസ്. ഓക്കെ, ഇനി നമ്മളെ ഇക്വേഷൻ നമുക്കറിയാം. എന്താ നമ്മളെ ഇക്വേഷൻ? പെരിമീറ്റർ ഇൻറ്റു നമ്പർ ഓഫ് റെവല്യൂഷൻ ഈക്വൽ ടു ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ പെരിമീറ്റർ നമുക്കറിയാം 2πr ആണ്. 2 × 22/7 ഇൻറ്റു റേഡിയസ് 63 ആണ്. 2πr ഇൻറ്റു n എത്രയാണ്? 500 റെവല്യൂഷൻ ആണ് എന്ന് പറയുന്നു. ഒരു കാര്യം ചെയ്യാം, ഇതും ക്യാൻസൽ ചെയ്യുമ്പോൾ എത്രയെന്ന് കിട്ടും? 63 ആകുമ്പോൾ 9 ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 2 × 22 44. 44 × 9 × 500. ഒരു കാര്യം ചെയ്യാം, നമുക്ക് 9 ഇത് ചെയ്യാം അല്ലേ. ചെയ്തിട്ട് 2 0 കൂടെ കൊടുക്കാം. അപ്പോൾ എത്ര കിട്ടും? 44 × 45 00 വരും അല്ലേ. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. എന്തിലാണ് വരാൻ പോകുന്നത്? ആൻസർ നമുക്ക് സെൻറ്റിമീറ്ററിലായിരിക്കും വരും അല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാലോ. ആൻസർ വരുന്നത് 1980 പിന്നെ 2 0 കൂടെ വരും. ഇത്രയും സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. പക്ഷേ നമുക്ക് ഇങ്ങനെ എഴുതിയാൽ പറ്റുമോ? ഇല്ല. നമ്മൾ ആദ്യം നമുക്ക് ഇവനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാം.
മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്കറിയാം ഇത്രയും സെന്റിമീറ്റർ ട്രാവൽ ചെയ്യുന്നു. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാം. മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? 198,000 അല്ലേ? നമ്മൾ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമുക്കറിയാം 1 മീറ്റർ ഈക്വൽ ടു 100 സെന്റിമീറ്റർ ആണ് നമുക്കറിയാം. മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ? 20 ആയപ്പോഴത്തേക്ക് 1980 മീറ്റർ എന്ന് കിട്ടി. ഇനി നമുക്ക് ഇവരെ എന്ത് ചെയ്യാം? കിലോമീറ്ററിലും കൂടെ ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ കിലോമീറ്റർ കൺവേർട്ട് ചെയ്യുന്നത്? നമുക്കറിയാം 1 കിലോമീറ്റർ ഈക്വൽ ടു 1000 മീറ്റർ ആണെന്ന് അറിയാം. അപ്പോൾ ഇതിനെ കിലോമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 1980/1000 നമ്മൾ ചെയ്താൽ മതി. നമുക്ക് എത്ര കിട്ടും? 1.98 കിലോമീറ്റർ എന്ന് ആൻസർ. 1.98 കിലോമീറ്റർ ആണ് എന്തെന്ന് വരുന്നത്? ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ആ സ്റ്റെപ്പ് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ റെവല്യൂഷൻസ് വീല് കറങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അത് അടുത്തൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് ഡബിൾഡ്, ഇറ്റ്സ് ഏരിയ ഈസ് ഇൻക്രീസ്ഡ് ബൈ, ഏരിയ എത്ര തവണ ഇൻക്രീസ് ആവും എന്നുള്ളതാണ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്നാലും നമുക്ക് ഇതിന്റെ സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി പഠിക്കണം. ഇപ്പോൾ ലെറ്റ് us കൺസിഡർ, ഇപ്പോൾ 2 സർക്കിളാണുള്ളത് അല്ലേ? 2 സർക്കിളുണ്ട്. ആദ്യത്തെ സർക്കിൾ, ഫസ്റ്റ് സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്, അപ്പോൾ R1 എന്ന് എടുക്കാം. അതിനെ ഞാൻ എന്ത് ചെയ്തെടുത്തു? X എന്ന് എടുത്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് R2 എന്ത് വരണം? ഇതിന് ഡബിൾ ചെയ്യും അല്ലേ? 2x വരണം. 2x ആയിരിക്കും. അപ്പം നമുക്ക് ഫസ്റ്റ് സർക്കിളിൻ്റെ റേഡിയസ്, നമുക്ക് ഫസ്റ്റ് സർക്കിളിൻ്റെ ഏരിയ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഒന്നാമത്തെ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ A1 എന്ന് എടുക്കാം. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? അത് πr² ആണ് അല്ലേ? അപ്പോൾ π ഇൻറ്റു r² എന്ന് പറയുന്നത് x² എന്ന് കിട്ടി. πx² എന്നാണ് വരുന്നത്. πx² എന്ന് വന്നു. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇനി A2 രണ്ടാമത്തതിൻ്റെ ഏരിയ ഒന്ന് കണ്ടുപിടിക്കാം. രണ്ടാമത്തതിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ π ഇൻറ്റു എന്താ വരുന്നത്? 2x. വെറുതെ സ്ക്വയർ ഇട്ടാൽ പറ്റൂല, 2x ദ ഹോൾ സ്ക്വയർ കൊടുക്കണം അല്ലേ? അപ്പോൾ എന്തായി മാറും? നമുക്ക് 2 എന്താണ്? π ഇൻറ്റു 4x² എന്നായി മാറും. എന്തായി? 4x² എന്നായി. അപ്പോൾ എന്താ പറയാം? നമുക്ക് 4πx² എന്ന് പറയാം. 4πx². അപ്പോൾ ആദ്യം എത്രയായിരുന്നു? πx² ആയിരുന്നു. അതിപ്പോൾ എത്രയായി മാറി? അത് 4πx² ആയി മാറി. അപ്പോൾ എന്ത് ചെയ്തു? 4 ടൈംസ് ഇൻക്രീസ് ചെയ്തു അല്ലേ? ആദ്യം ഒരു πx² ആയിരുന്നു, ഇപ്പം അതെന്തായി? 4πx² ആയി. ദാറ്റ് മീൻസ് എത്ര ഇൻക്രീസ് ചെയ്തു? അത് 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നല്ലേ? 4 ടൈം ഇൻക്രീസ് ചെയ്തു എന്ന് പറയാം. സംഭവം സിമ്പിളാണ്. 4 ടൈംസ് അല്ലേ? ആദ്യം വെറും πx² ആയിരുന്നു, അതിൽ നിന്ന് എന്തിയായി? 4πx² മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര തവണ ഇൻക്രീസ് ചെയ്തു എന്ന് പറയാം? 4 ടൈംസ് അത് ഇൻക്രീസ് ചെയ്തു എന്ന് പറയാം. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഇൻക്രീസ് ഫ്രം 4π to 8π, വാട്ട് ചേഞ്ച് ഒക്കേഴ്സ് ഇൻ ഇറ്റ്സ് ഏരിയ? അപ്പോൾ എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ? ഒരു സർക്കിളിൻ്റെ എന്ത് ഇൻക്രീസ് ചെയ്തു? സർക്കംഫറൻസ്, ദാറ്റ് മീൻസ് പെരിമീറ്റർ ഇൻക്രീസ് ചെയ്തു. ആദ്യം 4π ആയിരുന്നു, അതിൽ നിന്ന് എന്ത് ചെയ്തു? 8πയിലോട്ട് മാറി എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. പെരിമീറ്റർ, ഫസ്റ്റ് സർക്കിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ പെരിമീറ്റർ 2πr ആണ്. അത് എത്രയായിരുന്നു? അത് 4π ആയിരുന്നു അല്ലേ? അപ്പം നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാം. പയ്യും ക്യാൻസലായി പോവും. 2r ഈക്വൽ ടു 4 ആണ്. ദെയർഫോർ r ഈക്വൽ ടു 4/2 ഈക്വൽ ടു നമുക്ക് 2 എന്നാണ് കിട്ടുന്നത്. അവിടെ നിൽക്കട്ടെ. ആദ്യത്തെ റേഡിയസ് 2. ഓക്കെ, R1 ഫസ്റ്റ് റേഡിയസ് എന്ന് പറയുന്നത് അത് 2 ആയിരുന്നു. ഇനി എന്ത് ചെയ്തു? പെരിമീറ്റർ ഇൻക്രീസ് ചെയ്തപ്പോൾ സ്വാഭാവികമായി റേഡിയസ് ചേഞ്ച് ആവും. പെരിമീറ്റർ ഇൻക്രീസ് ആകുമ്പോൾ എന്ത് ചെയ്യും? റേഡിയസ് സ്വാഭാവികമായിട്ട് ചേഞ്ച് ആവും. അങ്ങനെയാണെങ്കിൽ പുതിയ റേഡിയസ് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? രണ്ടാമത് സർക്കിൾ ഇൻക്രീസ് ചെയ്തതിന്, പെരിമീറ്റർ ഇൻക്രീസ് ചെയ്തതിന് ശേഷം വീണ്ടും എന്ത് തന്നെയാണ്? 2πr തന്നെയാണ്. പക്ഷേ അത് എത്രയും തന്നിട്ടുണ്ട്? 8π. പയ്യും ക്യാൻസലായി പോയി. 2r ഈക്വൽ ടു 8. ഫോർ r ഈക്വൽ ടു 8/2 എത്രയെന്ന് കിട്ടി? 4 ആയി മാറി. അപ്പോൾ ഫസ്റ്റ് R1 എന്ന് പറയുന്നത് 2 ആയിരുന്നു. R2 എന്ന് പറയുന്നത് എന്തായി മാറി? 4 ആയി മാറി. എന്തിന് ചേഞ്ച് വന്നിരിക്കുന്ന ചോദിക്കുന്നത്? ഏരിയയ്ക്ക് എത്രത്തോളം ചേഞ്ച് വന്നു എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഏരിയയ്ക്ക് എത്ര ചേഞ്ച് വന്നു എന്നുള്ളത് നമുക്ക് അറിയണം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഒന്നാമത്തതിൻ്റെ ഏരിയ.
ഒന്നാമത്തതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പൈ ആർ സ്ക്വയർ ആണ്. പൈ ഇൻറ്റു ആർ എത്രയാണ്? അത് 2 ആണ്. 2ൻ്റെ സ്ക്വയർ എത്രയായി? അത് 4 പൈ ആണ് ഒന്നാമത്തതിൻ്റെ ഏരിയ. ഇനി സെക്കൻഡിൻ്റെ ഏരിയ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇൻക്രീസ് ആയതിനു ശേഷമുള്ള ഏരിയ നമുക്ക് നോക്കാം. എന്താണ്? പൈ ഇൻറ്റു 4ൻ്റെ സ്ക്വയർ എത്രയെന്ന് കിട്ടി? 16 പൈ എന്ന് കിട്ടി. അപ്പോൾ ആദ്യം എത്രയായിരുന്നു? 4 പൈ ആയിരുന്നു. ഇപ്പം എത്രയായി? 16 പൈ ആയി മാറി. അങ്ങനെയാണെങ്കിൽ എത്രത്തോളം ചേഞ്ച് വന്നു എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ പറയാം. ഈ 4 പൈയിൽ നിന്ന് 16 പൈയിലോട്ട് വരണമെങ്കിൽ എന്ത് സംഭവിക്കണം? ആദ്യം 4 പൈ ആയിരുന്നു അല്ലേ? 4 പൈ ആയിരുന്നു. അതിൽ നിന്ന് 16 പൈയിലോട്ട് വരണമെങ്കിൽ എത്ര ഉണ്ട്? 4 പൈയെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? 16 പൈയിലേക്ക് വരുന്നത് അല്ലേ? 4 പൈയെ എത്ര ഉണ്ട്? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്? 16 പൈയിലേക്ക് വരുന്നത്. സോ എന്തെന്ന് പറയാം? 4 ടൈംസ് ആണ് അവിടെ എന്തായത്? ഇൻക്രീസ് ആയത് എന്ന് പറയാം. ഓക്കെ, 4 ടൈംസ് ഇൻക്രീസ് ആയി എന്ന് പറയാം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഏരിയ ഓഫ് എ സർക്കിൾ ഇൻക്രീസ്ഡ് ബൈ 22 സെന്റിമീറ്റർ. വാട്ട് ഈസ് ഇറ്റ്സ് റേഡിയസ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 1 സെന്റിമീറ്റർ. ദ ഒറിജിനൽ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് ഡാഷ് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ 2 കേസാണ് പറയുന്നത്. ഒരു സർക്കിൾ ഉണ്ടായിരുന്നു. ദ ഏരിയ ഓഫ് സർക്കിൾ ഈസ് ഇൻക്രീസ്ഡ് ബൈ 22 സെന്റിമീറ്റർ. എങ്ങനെയാണ്? ആദ്യം റേഡിയസ് എത്രയാണോ ഉണ്ടായിരുന്നത് അതിനെക്കാട്ടി റേഡിയസ് 1 സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്തപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന റേഡിയസിനെക്കാട്ടിൽ 1 സെന്റിമീറ്റർ റേഡിയസ് ഇൻക്രീസ് ചെയ്തപ്പോൾ എന്തായി മാറി? 22 സെന്റിമീറ്റർ ആയി മാറി. അതായത് 22 സെന്റിമീറ്റർ എന്ത് ചെയ്തു? അതിൻ്റെ ഏരിയ ഇൻക്രീസ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആദ്യം ഇതായിരുന്നു സർക്കിൾ. ഓക്കെ, ഇതിൻ്റെ ഏരിയ ജസ്റ്റ് എക്സ് എന്ന് വിചാരിച്ചോ, ചുമ്മാ വെറുതെ ഇതിൻ്റെ ഏരിയ ജസ്റ്റ് എക്സ് എന്ന് വിചാരിച്ചോ. ഇതിൻ്റെ റേഡിയസ് ഇവിടെ ഉണ്ടായിരുന്നു, റേഡിയസ് 6. ആ 6ൻ്റെ റേഡിയസ് എന്നുള്ളത് എന്ത് ചെയ്തു? r+1 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അതായത് ഒരെണ്ണം ഇൻക്രീസ് ചെയ്തു. r+1 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? ഏരിയ എത്ര കൂടി? എക്സിൽ നിന്ന് 22 കൂടി x+22 ആയി എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ മീൻ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിൻ്റെ ഏരിയയിൽ നിന്ന് ഇതിൻ്റെ ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടണം? 22 കിട്ടണോ വേണ്ടേ? ഇവർ തമ്മിലുള്ള ഏരിയയുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 22 ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏരിയയിൽ നിന്ന് ഇതിൻ്റെ ഏരിയ ഒന്ന് മൈനസ് ചെയ്ത് നോക്കിയാലോ? എത്ര കിട്ടുമെന്ന് നമുക്ക് നോക്കിയാലോ? ജസ്റ്റ് നോക്കാം അല്ലേ? എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ആദ്യത്തിൻ്റെ ഏരിയ നമുക്ക് നോക്കാം. എത്രയാണ്? ഇങ്ങനെ പറയാം അല്ലേ? പൈ ആർ സ്ക്വയർ. ഞാൻ ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തു. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഏരിയ മൈനസ് ചെയ്യാം. ചെറുതിൻ്റെ ഏരിയ നമുക്ക് മൈനസ് ചെയ്യാം. അത് പൈ ആർ സ്ക്വയർ. എത്ര ഇടണം? 22 കിട്ടണം. ഇനി നമ്മൾ നോക്കാനുള്ളത് ഒന്നാമത്തിൻ്റെ ആർ, അത് r+1 ആണ് അല്ലേ? അപ്പോൾ പൈ ആർ സ്മോൾ ലെറ്റർ കൊടുക്കാം. സ്മോൾ ലെറ്റർ r+1 ദ ഹോൾ സ്ക്വയർ മൈനസ് പൈ ആർ സ്ക്വയർ ഈക്വൽ ടു 22. ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെയും പൈ ഉണ്ട്, ഇവിടെയും പൈ ഉണ്ട്. പൈനെ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. പൈനെ നമ്മൾ കോമൺ ആയിട്ട് എടുത്തു. ബാക്കിയുള്ളത് r+1 ദ ഹോൾ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ഈക്വൽ ടു 22. ഇനി നമുക്ക് പൈനെ എടുത്ത് ഇപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പോൾ ഈ പൈയുടെ വാല്യൂ എന്തെന്നറിയാം? അത് 22/7 ആണ്. ഇനി r+1 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് a+b ദ ഹോൾ സ്ക്വയർ ആണ്. a+b ദ ഹോൾ സ്ക്വയർ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു അല്ലേ? എന്താണ്? r സ്ക്വയർ a സ്ക്വയർ പ്ലസ് 2ab. 2ab എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു a എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആണ്. 2ab b എന്ന് 1 തന്നെ വരും അല്ലേ? പ്ലസ് 1ൻ്റെ സ്ക്വയർ അല്ലേ? 1ൻ്റെ സ്ക്വയർ അല്ലേ? ഇനി എന്ത് വരും? ഇതിനെ നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് r സ്ക്വയർ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? 22 വരുന്നത്. ഇനി 22/7 എടുത്ത് അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പോൾ എന്തായി? r സ്ക്വയർ പ്ലസ് 2r പ്ലസ് 1 മൈനസ് r സ്ക്വയർ ഈക്വൽ ടു 22 ഇൻറ്റു 7/22. 22 22 എന്തായിപ്പോയി? ക്യാൻസൽ ആയിപ്പോയി. ഇനി എന്താ ഇവിടെ ഉള്ളത്? ഈ r സ്ക്വയറും കൂടെ ക്യാൻസൽ ആയിപ്പോവും. ഇനിയുള്ളത് 2r + 1 ഈക്വൽ ടു എന്ത് വന്നു? 7 വന്നു അല്ലേ? ഇനി എന്ത് ചെയ്യാം? 2r ഈക്വൽ ടു 7. ഈ +1 അപ്പുറത്ത് പോയി -1. ഇനി എന്ത് സംഭവിക്കുന്നു? 2r ഈക്വൽ ടു 6. therefore r ഈക്വൽ ടു 6/2 ഈക്വൽ ടു എത്രയെന്ന് കിട്ടി? 3. ഒറിജിനൽ റേഡിയസ് ആണ് r. എത്രയെന്ന് കിട്ടി?
3 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. 3 ആണ് ആദ്യത്തെ റേഡിയസ്. സെറ്റാണോ നോക്കിക്കേ. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇവിടെ എടുക്കുന്ന ഓരോ വാല്യൂസും, അതായത് ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കുക. നന്നായി മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യാവൂ, നമ്മളിത് ചെയ്യാവൂ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഏരിയ ഓഫ് എ സർക്കുലർ ഗാർഡൻ ഈസ് 2464 സ്ക്വയർ മീറ്റർ. ഹൗ മച്ച് ഡിസ്റ്റൻസ് will have to be covered if you like to cross a garden along its diameter? അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. എന്താ, നമുക്ക് സർക്കിൾ ഷേപ്പിൽ ഒരു ഗാർഡൻ ഉണ്ട്. ഈ ഗാർഡൻ്റെ ഏരിയ നമുക്ക് തന്നിരിക്കുന്നു. ഏരിയ ഈക്വൽ ടു 2464 സ്ക്വയർ സെൻറ്റിമീറ്റർ, മീറ്റർ സ്ക്വയർ എന്ന് തന്നിരിക്കുന്നു. ഇനി നമുക്ക് എവിടെ കൂടെ പോകണം? ഇതിൻ്റെ ഏരിയ തന്നു, നമുക്കിതിൻ്റെ ഡയമീറ്ററിൽ കൂടെ ഇവിടെ നിൽക്കുന്ന എനിക്ക് ഇപ്പുറത്ത് വരണം. ഞാൻ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ആക്ച്വലി എന്താ വേണ്ടത്, ഡയമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇവിടെ നിന്ന് ഇതുവരെ നമുക്ക് റേഡിയസ് ആണ്. റേഡിയസ് കിട്ടിക്കഴിഞ്ഞാൽ ഡയമീറ്ററിലോട്ട് പോവാം അല്ലേ. യെസ്, പൈ ആയിട്ട് എന്ത് എടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്, 22/7 എടുക്കണമെന്നും കൂടി അവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയാം. എന്താണ്, പൈ ആർ സ്ക്വയർ ആണ് 2464 എന്ന് പറയുന്നത്. നമുക്ക് പൈയുടെ വാല്യൂ 22/7 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയും, 22/7 ആർ സ്ക്വയർ ഈക്വൽ ടു 2464 എന്ന് പറയാം. ആർ സ്ക്വയർ ഈക്വൽ ടു 2464 ഇൻറ്റു 7/22. നമുക്ക് എന്ത് ചെയ്യാം, 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 2 വരും. ഇനി 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 2 അല്ല 11 വരും. ഇവിടെ എത്ര വരും? 1 2 3 2. അപ്പോൾ ഇവിടെ വരുന്നത് 1 2 3 2 ഇൻറ്റു 7/11 ആണ് എന്ത്, ആർ സ്ക്വയർ ആയിട്ട് വരുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ഒരു നമ്പർ കണ്ടു കഴിഞ്ഞാൽ അത് 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ, 11 കൊണ്ട് പൂർണ്ണമായും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതാ ഈ ഒരു ഒറ്റ കണ്ടീഷൻ നമ്മൾ നോക്കിയാൽ മതി. നമ്മൾ എന്ത് ചെയ്യണം, ഈ 2ഉം ഒന്നിടവിട്ടുള്ള നമ്പേഴ്സ് ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. 2 + 2 എത്ര? 4. അടുത്ത ഒന്നിടവിട്ടുള്ള നമ്പർ എത്രയാണ്? 1 + 3. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4 4. 4ൽ നിന്ന് 4 കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? 0 കിട്ടും. ഇപ്പോൾ അടുത്ത നോക്കിയേ, 2464. 2464നെ നമുക്ക് എത്ര കിട്ടും നമുക്ക് നോക്കാം. ഇപ്പോൾ 4 4 8 കിട്ടിയേ. ഇതും കൂടെ ആഡ് ചെയ്യുമ്പോൾ 8 കിട്ടിയേ. 8ൽ നിന്ന് 8 കുറച്ച് എന്ത് കിട്ടും? 0. ഒന്നുകിൽ 0 വരണം, ഇല്ലെങ്കിൽ എന്തായിരിക്കണം? 11ന്റെ മൾട്ടിപ്പിൾ വന്നു കഴിഞ്ഞാൽ ആ നമ്പറിനെ പൂർണ്ണമായി നമുക്ക് എത്ര കൊണ്ട് ചെയ്യാം? നമുക്ക് 11 കൊണ്ട് ഡിവിഷൻ ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഇച്ചിരി വലിയ നമ്പർ എടുക്കാം. 2 3 4 5 7 8 9 എന്ന് പറയുന്നൊരു നമ്പർ ഉണ്ടെന്ന് വിചാരിച്ചോ. ഇതിനെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ. 7 9 കൂടെ കൂട്ടുമ്പോൾ 16, 16 4 കൂടെ കൂട്ടുമ്പോൾ 20, 20 2 കൂടെ കൂട്ടുമ്പോൾ 22. ഇതാ ഒന്നിലോട്ടുള്ള നമ്പേഴ്സ് ഞാൻ എന്ത് ചെയ്തു? കൂട്ടി അവിടെ വെച്ചു. ഇനി അടുത്തത് 4 5 3 8 8 8 16. ഇതിൽ നിന്ന് ഞാൻ എന്ത് കുറയ്ക്കുന്നു? 16 കുറയ്ക്കുന്നു. എനിക്ക് എത്ര വരും? എനിക്ക് 6 വരും. എന്തുകൊണ്ടാൻ പറ്റില്ല? നമുക്ക് 11 കൊണ്ട് ഡിവിഷൻ ചെയ്യാൻ പറ്റില്ല. ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 11 കൊണ്ട് ഡിവിഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ 11 കൊണ്ട് ക്യാൻസൽ ചെയ്യുന്നു. ഒരു 11, ബാക്കിയുള്ളത് 1 ആണ്. 1 13 ആണ്. 13നകത്ത് 1 വരും. ഇനി അടുത്തത് 13 കഴിഞ്ഞു. ഇവിടെ 2 ആണ്. 22 എത്ര വരും? 2 വരും. ഇനി ഇവിടെ വരുന്ന എത്രയേ ഉള്ളൂ? ആർ സ്ക്വയർ ഈക്വൽ ടു 112 ഇൻറ്റു 7 ആണ് വരുന്നത്. 112 ഇൻറ്റു 7. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആർ സ്ക്വയർ തന്നിട്ടുണ്ട്, ആറാണ് കണ്ടുപിടിക്കേണ്ടത്. ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് 112 ഇൻറ്റു 7. 112 ഇൻറ്റു 7 ചെയ്യാം അല്ലേ. 112 ഇൻറ്റു 7 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആൻസർ കിട്ടും. എത്രയും നമുക്ക് നോക്കാം. ഒന്നുകിൽ എന്ത് ചെയ്യുക? 112 ഇൻറ്റു 7 ചെയ്യുക, അല്ലെങ്കിൽ ഇതിനെ എന്ത് ചെയ്യുക? നമ്മൾ സ്പ്ലിറ്റ് അപ്പ് ചെയ്യുക. സ്പ്ലിറ്റ് അപ്പ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ കിട്ടും നോക്കാം. ഇതിനെ എന്താണ് സ്പ്ലിറ്റ് ചെയ്യുന്ന മെത്തേഡ് ആണെങ്കിൽ 112ന്റെ പകുതി എടുക്കുമ്പോൾ 56 എന്ന് വരും അല്ലേ. 56 ആണ് അല്ലേ. 56 × 2 ആണ് വരുന്നത്. 56 × 2 × 7.
വീണ്ടും നമുക്ക് 56നെ വീണ്ടും നമുക്ക് സ്പ്ലിറ്റ് അപ്പ് ചെയ്യാൻ പറ്റും. 7 8 56 അല്ലേ. 7 ഇൻറ്റു 8, 8നെ 2 ഇൻറ്റു 2 ഇൻറ്റു 2, പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു 2, പിന്നെ ഒരു 7. ഓക്കെ ആണോ നോക്കിക്കേ. ഇനി നമുക്ക് ബാക്കി നോക്കാം. 2 7ന് പകരം ഒരു 7 ഓപ്പൺ ചെയ്തു, 2 2ന് പകരം ഒരു 2 ഓപ്പൺ ചെയ്തു, വീണ്ടും 2 2ന് പകരം ഒരു 2 ഓപ്പൺ ചെയ്തു. 7 14, 14 ഇൻറ്റു 2 28 എന്ന് വന്നു. 28 ആണ് ഇവിടുത്തെ എന്ത് ആൻസർ. ആയില്ല. ഓപ്ഷൻ എയിൽ 28 കാണും, എഴുതി വെക്കരുത്. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യരുത്, ആൻസർ കംപ്ലീറ്റ് ആക്കി പോകരുത്, മാർക്ക് കിട്ടില്ല. ക്വസ്റ്റ്യൻ നമ്മുടെ ഡയമീറ്റർ ആണ് നമുക്ക് വേണ്ടത്. ഇത് റേഡിയസേ ആയോളൂ. റേഡിയസ് ഈക്വൽ ടു 28 എന്ന് കിട്ടി. ഡയമീറ്റർ കണ്ടുപിടിക്കണം. 2 റേഡിയസ് ആണ്. 2 ഇൻറ്റു 28 നമുക്ക് കിട്ടി 56 സെന്റിമീറ്റർ ആണ്. സോറി 56 സെന്റിമീറ്റർ അല്ല, 56 മീറ്റർ ആണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത് ഡയമീറ്റർ. 56 മീറ്റർ ഞാൻ ട്രാവൽ ചെയ്യണം എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഒരിക്കൽ കൂടി വളരെ പെട്ടെന്ന് ചെയ്തു തരാം. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. നമുക്കിവിടെ തന്നിരിക്കുന്നത് ഏരിയ ആണ് തന്നിരിക്കുന്നത്. πr² നമുക്ക് തന്നിരിക്കുന്നു. 2464 എന്ന് നമുക്ക് തന്നിരിക്കുന്നു. അപ്പോൾ 22/7 ഇൻറ്റു r² ആണ് സാധനം. 2464 ആണ്. r² ഈക്വൽ ടു 2464 ഇൻറ്റു 7/22 അല്ലേ. ആദ്യം നമുക്ക് 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 11 വരുന്നു. ഇവിടെ 1, ഇവിടെ വരുമ്പോൾ 2 ആണ്, ഇവിടെ വരുമ്പോൾ 3 ആണ്, ഇവിടെ വരുമ്പോൾ 2 ആണ്. അപ്പോൾ എന്ത് കിട്ടി? 1232 ഇൻറ്റു 7/11 ആണ്. ഒരു 11 വീണ്ടും 1 വീണ്ടും വന്ന് 2 അല്ലേ. അപ്പോൾ 112 ഇൻറ്റു 7 ആണ് എന്ത് r² എന്ന് പറയുന്നത്. 6 കണ്ടുപിടിക്കാം. റൂട്ട് ഓഫ് 112നെ 56 ഇൻറ്റു 8 എന്ന് അല്ലേ, സോറി 56 ഇൻറ്റു 2 എന്ന് പറയാം, ഇൻറ്റു എന്ത് 7. അപ്പോൾ വീണ്ടും നമുക്ക് 56നെ എങ്ങനെ എഴുതാം? 7 ഇൻറ്റു 8 ആണ് അല്ലേ. 8നെ നമുക്ക് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു എന്ത് ഒരു 2 കൂടെ ഉണ്ട്, പിന്നെ ഒരു 7 ഉണ്ട് അല്ലേ. റൂട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ലാസ്റ്റ് ഒരു 7 ഉണ്ടേ. നമുക്ക് റൂട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? 2 7ന് പകരം ഒരു 7 ഓപ്പൺ ചെയ്യുന്നു, 2 2ന് വരെ ഒരു 2 ഓപ്പൺ ചെയ്യുന്നു, വീണ്ടും 2 2ന് വരെ ഒരു 2 ഓപ്പൺ ചെയ്യുന്നു. 14 28 മീറ്റർ എന്ന് എന്ത് കിട്ടി? റേഡിയസ് 6 ആണ് കിട്ടുന്നത്. ഡയമീറ്റർ ആണ് നമുക്ക് വേണ്ടത്. 28 ഇൻറ്റു 2 ഈക്വൽ ടു 56 സെന്റിമീറ്റർ എന്ന് നമുക്ക് ആൻസർ. 56 മീറ്റർ ആണ് ഇവിടുത്തെ എന്ത് ഡയമീറ്റർ എന്ന് കിട്ടും. സംഭവം ക്ലിയർ ആണോ നോക്കിക്കേ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാലോ. ദ ഏരിയ ഓഫ് എ സർക്കിൾ ഈസ് 154 സ്ക്വയർ സെന്റിമീറ്റർ. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദ ഇൻസ്ക്രൈബ്ഡ് സ്ക്വയർ. അപ്പോൾ നമുക്കൊരു സർക്കിൾ ഉണ്ട്. സർക്കിളിനകത്ത് ആരെ വെച്ചിരിക്കുന്നു? ഒരു സ്ക്വയറിനെ വെച്ചിരിക്കുന്നു. കണ്ടോ, നമുക്ക് ഒരു സർക്കിൾ ഉണ്ട്. സർക്കിളിന്റെ ഏരിയ നമുക്ക് എത്രയും നമുക്ക് തന്നിട്ടുണ്ട്? 154 സ്ക്വയർ സെന്റിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. ഏരിയ ആണ് തന്നിരിക്കുന്നത്. എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് ഇതിന്റെ ഒരു സൈഡ്, ഈ സ്ക്വയറിന്റെ ഒരു സൈഡ് എന്താണെന്നാണ് അറിയേണ്ടത്. സ്ക്വയറിന്റെ ഒരു സൈഡ് എന്താണെന്ന് അറിയണം. ഈസി മെത്തേഡാണ്, നമുക്ക് നോക്കിയിരിക്കാം എങ്ങനെ നമുക്ക് ചെയ്യാം. നമുക്ക് ആദ്യം ഏരിയ തന്നിട്ടുണ്ട്. ചോദിക്കുകയാണെങ്കിൽ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. 8 മാർക്കിന് ചോദിക്കാൻ കൊള്ളാവുന്ന മനോഹരമായ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഏരിയ ഓഫ് സർക്കിൾ. ഏരിയ ഓഫ് സർക്കിൾ എന്താ? 154 ആണ്. എന്താ ഏരിയ കണ്ടുപിടിക്കുക ഇക്വേഷൻ? അത് πr² ആണ് 154. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യാം? നമുക്ക് 22/7 ഇൻറ്റു r² ഈക്വൽ ടു 154. അപ്പോൾ r² ഈക്വൽ ടു 154 ഇൻറ്റു നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ഓർത്താൽ മതി. അതേ സ്റ്റെപ്പ് തന്നെ, ചെറിയ നമ്പറാണ്. 7/22. 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 11 വരുന്നു, ഇവിടെ നമുക്ക് 77 വരുന്നു. ഇതിനെ നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 7 എന്ന് വരുന്നു. അപ്പോൾ r² ഈക്വൽ ടു 7 ഇൻറ്റു 7. ദെയർഫോർ r ഈക്വൽ ടു എന്തായിരിക്കും? നോക്കാനൊന്നുമില്ല. എന്തായിരിക്കും? റൂട്ട് ഓഫ് 7 ഇൻറ്റു 7 എത്രയായിരിക്കും? 7 എന്ന് തന്നെ വരും. r എത്രയെന്ന് കിട്ടി? 7 എന്ന് വന്നു. അപ്പോൾ ഇതിന്റെ റേഡിയസ് ഇവിടെ നിന്ന് മൊത്തത്തിൽ, അതായത് ഇവിടെ നിന്ന് ഇതുവരെയുള്ള ലെങ്ത് നമുക്ക് എന്ത് കിട്ടി? ഈ സർക്കിളിന്റെ റേഡിയസ് ആണ്. ആക്ച്വലി ഇത് ഡയമീറ്റർ ആണ് തന്നെ, ഡയമീറ്റർ ആയിരിക്കും കേട്ടോ. നമ്മൾ പഠിക്കും ആംഗിൾസ് ഇൻ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും? ഇനി അങ്ങോട്ട് സർക്കിൾ നമ്മൾ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ചെയ്ത് നമ്മൾ പഠിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ എന്തെന്ന് കിട്ടി? ഇവിടെ നിന്ന് ഇതുവരെയുള്ളത് ആക്ച്വലി ഇവിടുത്തെ റേഡിയസ് ആണ്. അത് എത്രയെന്ന് കിട്ടി? 7. അപ്പോൾ ഇതും എത്രയായിരിക്കും? 7. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു സ്ക്വയറിന്റെ ഡയഗണലാണ്. ഇപ്പോൾ ഒരു സ്ക്വയർ ആണിത്. ഒരു സ്ക്വയറിന്റെ ഡയഗണൽ എത്രയെന്ന് കിട്ടി? 14 എന്ന് കിട്ടി. ഓർമ്മയുണ്ടാവുമല്ലോ.
സ്ക്വയറിൻ്റെ ഡയഗണൽ തന്നു കഴിഞ്ഞാൽ സ്ക്വയറിൻ്റെ ഒരു സൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. എന്താ നമ്മുടെ മെത്തേഡ്? നമുക്കറിയാം, ഇത് 45 ആണ്, ഇത് 45 ആണ്, ഇത് 90 ആണ് അല്ലേ. അപ്പോൾ 45 45 90 1:1:√2 ആണെന്ന് അറിയാം അല്ലേ. അപ്പോൾ √2ൻ്റെ സ്ഥാനത്ത് 14 വന്നു. അപ്പോൾ ഇതെന്തായിരിക്കും? 14/√2 ആയിരിക്കും. ഇത് 14/√2. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം A = D/√2 ആണെന്ന് അറിയാം. അപ്പോൾ A എത്രയും നമുക്ക് പറയാം? A എന്ന് പറഞ്ഞാൽ ഒരു സൈഡ്, D എന്ന് പറഞ്ഞാൽ 14/√2. ഇങ്ങനെ ഇടാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 14 × √2/2. 2ഉം 14 നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും? 7 വരും. അപ്പോൾ എത്ര കിട്ടും? 7√2 സെൻറ്റിമീറ്റർ ആണ് എന്ത്? ഇതിൻ്റെ ഒരു സൈഡ് എന്ന് വരും. ഈ സ്ക്വയറിൻ്റെ ഒരു സൈഡ് എത്രയാണ്? 7√2 സെൻറ്റിമീറ്റർ എന്ന് വരും. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് നോക്കിക്കേ. ആ ഒരു സ്റ്റെപ്പ് നന്നായിട്ടൊന്ന് ആ ഒരു സ്റ്റെപ്പ് നമ്മൾ എങ്ങനെയാണോ നമ്മൾ പ്രോബ്ലം ചെയ്തത് എന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കിക്കേ. ഇത് നമ്മൾ എവിടെ പഠിച്ചതാണ്? ഇത് ഞാൻ കുറച്ച് സ്പീഡിന് പറഞ്ഞു. എന്തുകൊണ്ട് സ്പീഡിന് പറഞ്ഞു? ഇത് നമ്മൾ മുൻകൂട്ടി നമ്മൾ മുന്നേ പഠിച്ചതാണ് അല്ലേ. നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്? കുറച്ച് സ്പീഡിന് പോയത്. ഇതെങ്ങനെയാണ് എനിക്ക് 7 കിട്ടിയത്? തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്, ഒരു മാറ്റമില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് സർക്കിളിൻ്റെ ഏരിയയും പെരിമീറ്ററുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് ക്ലാസ് വരുന്നത് നമുക്ക് ഹോളോ സർക്കിൾ അല്ലെങ്കിൽ സർക്കുലർ റിങ്ങുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിനുശേഷമായിരിക്കും നമ്മൾ സെക്ടേഴ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ സർക്കുലർ റിങ്ങുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നെക്സ്റ്റ് പാർട്ടായിട്ട് വരുന്നത്. അപ്പോഴേക്കും വീണ്ടും അടുത്തൊരു പാർട്ടുമായിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.